ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ജീവൻ ഒരു കഥ പറയാൻ തുടങ്ങി. അതെ, ഈ ഞാനാണ് എല്ലാത്തിൻ്റെയും പിന്നിൽ. എല്ലാവർക്കും മുന്നിൽ ഇന്നും ഈ ജീവൻ ഋഷിയുടെ കൂട്ടുകാരനാണ്, പ്രാർത്ഥനയുടെ ജീവനച്ഛനാണ്. പക്ഷേ ആരാണ് യഥാർത്ഥത്തിൽ ഞാൻ? വെറും ജീവനല്ല ഞാൻ, പ്രൊഫസർ ജീവൻ ജിതിനാണ് ഞാൻ. ഈ കഥയിലെ എൻ്റെ റോളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായി എല്ലാവരും അറിയേണ്ടത്. പക്ഷേ എന്ത് ചെയ്യാനാ, ആർക്കും ഒന്നും അറിയില്ല. ഉർവശി, നമ്മുടെ മകളെ കൊന്നതിന് പ്രതികാരം ചെയ്യണ്ടേ നമുക്ക്? അന്നേരം ഉർവശി പറഞ്ഞു, അതേ ജീവനേട്ടാ, കൊല്ലണം, എല്ലാത്തിനും മരണം കൊടുക്കണം. അവസാനം ആ ഇന്ദ്രനീലവും നമ്മൾ തന്നെ സ്വന്തമാക്കും, ഒപ്പം നാഗമാണിക്യവും. അന്നേരം ജീവൻ പറഞ്ഞു, ഇനി ഞാൻ ഒരു കഥ ചൊല്ലട്ടുമാ ഉർവശി? 35 വർഷം മുൻപുള്ള ഒരു കഥ. അന്ന് എനിക്ക് 20 വയസ്സുണ്ട്. മുത്തശ്ശി കഥകളിലൂടെ കേട്ടറിഞ്ഞ നാഗലോകത്തിനെയും മത്സ്യലോകത്തിനെയും കുറിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഫസറായി മാറിയിരുന്നു ഞാൻ. അങ്ങനെയാണ് മത്സ്യലോകത്തെയും നാഗലോകത്തെയും കുറിച്ച് ഞാൻ അറിയുന്നതും ആ നാഗമാണിക്യവും ഇന്ദ്രനീലവും എനിക്ക് വേണമെന്ന ചിന്ത വരുന്നതും. അതിനുവേണ്ടിയാണ് മത്സ്യകന്യകയായിരുന്ന പാഞ്ചാലിയുടെ മകളായ ഉർവശിയെ ഞാൻ വിവാഹം കഴിച്ചത്. പിന്നീട് ഋഷിയുടെ കമ്പനി വഴി ഞാൻ ജോലി നേടി ഒരു നിമിത്തമെന്നോണം ഋഷിയുമായി വളരെ സൗഹൃദത്തിലായി. പിന്നീട് എൻ്റെയും ഉർവശിയുടെയും കുഞ്ഞായ അനുമോളെ പ്രതയുടെ അടുത്ത് വെച്ച് അവിടെ നിന്നും പ്രീതിയെ മാറ്റിയതും എൻ്റെയും പാഞ്ചാലിയുടെയും കളികളായിരുന്നു. മത്സ്യലോകത്തിൻ്റെ വരുംകാല അവകാശിയായ പ്രാർത്ഥനയെ എൻ്റെ സ്വന്തം റിസ്കിൽ ജീവിതം പോലും മാറ്റിവെച്ച് ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് UAE വന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം തന്നെ ഇന്ദ്രനീലമാണ്. പ്രാർത്ഥനയുടെ വളർച്ചയിലെ ഓരോ ഘട്ടങ്ങളിലും ഋഷിയും പ്രതയും എന്നോട് ഒരു സുഹൃത്തെന്ന പോലെ അടുത്തു. മത്സ്യലോകത്തെ സത്യങ്ങൾ ഓരോന്നായി അവർ പറഞ്ഞപ്പോൾ അതെല്ലാം ഞാൻ കേട്ടുനിന്നതും അംഗീകരിച്ചതും അവരെ സഹായിച്ചതുമെല്ലാം, പ്രാർത്ഥനയെ നാട്ടിൽ പോകാൻ അനുവദിക്കാതെ നിന്നതായും അഭിനയിച്ചതുമെല്ലാം എൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയായിരുന്നു. പ്രാർത്ഥന നാട്ടിലേക്ക് എൻ്റെ കണ്ണ് വെട്ടിച്ച് മടങ്ങിപ്പോയതെല്ലാം എനിക്ക് വളരെ വ്യക്തമായി അറിയാമായിരുന്നു. കാരണം പ്രാർത്ഥന ടൂറിന് പോകാനെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത് അന്നേ ദിവസം കുളിക്കാൻ കയറിയ സമയത്ത് അവളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ കണ്ടിരുന്നു. ആ ടിക്കറ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് അവളുടെ കുബുദ്ധിയാണിതെന്ന് മനസ്സിലായി. പക്ഷേ ഒന്നിനും ഞാൻ എതിരല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രാർത്ഥന വന്ന അതേ ഫ്ലൈറ്റിൽ വളരെ വേഗത്തിൽ തന്നെ എൻ്റെ അമ്മായിയമ്മ പാഞ്ചാലിയെയും ഞാൻ നാട്ടിലേക്ക് കയറ്റി അയച്ചത്. പെട്ടെന്ന് പ്രാർത്ഥന വിൻഡോ സീറ്റിലേക്ക് തിരിഞ്ഞിരുന്നതും മൂന്നാമതായി ഒരാൾ കൂടി അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റിലേക്ക് വന്നിരുന്നു. ഒരു 75 വയസ്സോളം പ്രായം വരുന്ന ഒരു വൃദ്ധയായിരുന്നു അത്. അവരുടെ മുഖം തലയിലിട്ടിരിക്കുന്ന ഒരു ഷാൾ കൊണ്ട് മറച്ചിരുന്നു. മുഖത്ത് മാസ്കും വെച്ചിട്ടുണ്ട്. ആകെ കൂടിയിരിക്കുന്ന അവരുടെ നെറ്റിയിൽ ഒരു മത്സ്യത്തിന്റെ പൊട്ട് വെച്ചിട്ടുണ്ട്. ആ വൃദ്ധ പ്രാർത്ഥനയെ തന്നെ നോക്കുന്നുമുണ്ട്. ഓർമ്മയുണ്ടോ ഉർവശി അതെല്ലാം? ഫ്ലൈറ്റിലിരുന്ന് പ്രാർത്ഥനയെയും രുദ്രനെയും എല്ലാം പാഞ്ചാലി വളരെ കൃത്യമായി ഒരു മൂടുപടം ഇട്ടുകൊണ്ട് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. നിനക്ക് ഓർമ്മയുണ്ടോ? അന്നേരം ഉർവശി പറഞ്ഞു, ഓർമ്മയുണ്ട് ജീവൻ, എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ജീവൻ ബാക്കി കഥ തുടർന്നു. അതെ, അങ്ങനെ പ്രാർത്ഥന നാട്ടിലെത്തി മത്സ്യനാഗിനിയുമായി. നാട്ടിൽ പോയി 10 ദിവസം കഴിഞ്ഞ് ദുബായിലേക്ക് തിരിച്ചെത്തി എൻ്റെ അടുത്ത് തിരിച്ചു വന്ന പ്രാർത്ഥന മത്സ്യകന്യകയാകാതെ ഇരുന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതായിരുന്നു, നാട്ടിലേക്ക് പോയ പ്രാർത്ഥനയല്ല ഈ തിരിച്ചു വന്നതെന്ന്. ഇത് മറ്റാരോ ആയിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ അത് പ്രീതിയാണെന്ന് ഞാൻ കരുതിയില്ല. കാരണം പ്രീതിയുടെ രഹസ്യങ്ങളെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. പിന്നെ കളികൾ മുറുകിയത് ഞാൻ അറിഞ്ഞു. ഉർവശിയെയും
പാഞ്ചാലിക്ക് തൊട്ടു പിന്നാലെ ഞാൻ നാട്ടിലേക്ക് അയച്ചു. പ്രാർത്ഥനയുടെ പിറന്നാൾ ആഘോഷിക്കാനായി പ്രതയും ഋഷിയും ദുബായിലേക്ക് വന്നതും പ്രാർത്ഥനയുടെ പിറന്നാൾ കഴിഞ്ഞ് ഞാനും ഋഷിയും പ്രതയുമെല്ലാം ഒരുമിച്ച് നാട്ടിലെത്തി. അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിനിടയിൽ നിന്ന് വിഷ്ണുപ്രിയ കളിക്കുന്നുണ്ടെന്ന്. ഏത് സമയത്താണോ ഇന്ദ്രനീലം കൈക്കലാക്കണമെന്ന് ഞാൻ കരുതിയത്, അതേ സമയം വിഷ്ണുപ്രിയ ആ ഇന്ദ്രനീലം പ്രാർത്ഥനയുടെ കയ്യിൽ നിന്നും കൈക്കലാക്കിയിരുന്നു. എന്നാലും ആരെയായിരിക്കും വിക്രാന്ത് തിരികെ കൊണ്ടുവന്നത്? യഥാർത്ഥത്തിൽ മരിച്ചത് വിഷ്ണുപ്രിയയായിരുന്നില്ല. വിഷ്ണുപ്രിയ മരണസമയത്ത് നല്ലവളായതുമല്ല. ഈ അപ്പച്ചി നിങ്ങളെ വിജയിപ്പിക്കും. അതെ, ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. അവിവർദ്ധതാം